ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ചയിൽ 1 വീക്കിൽ PNL കാര്യങ്ങളൊക്കെ ഇടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1 വീക്കിൻ്റെ PNL കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മളുടെ PNL കാര്യങ്ങളും അതുപോലെ തന്നെ സെറ്റപ്പിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. മുഴുവനായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മളിത് ഫോണിലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലാപ്ടോപ്പിലും കാര്യങ്ങളും നമ്മളുടെ സെറ്റപ്പ് ആദ്യം പറഞ്ഞിട്ടാണ് അവസാനമാണ് നമ്മൾ PNL കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ മറക്കാതെ തന്നെ ഫുൾ മിസ്സാക്കാതെ തന്നെ കണ്ടോളൂ കേട്ടോ. എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും നമ്മളെ ചാനലിൽ. മലയാളീസിന് ഉപകാരപ്പെടുന്ന എല്ലാ, അതേപോലെ തന്നെ ബിഗിനേഴ്സിന് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മറക്കാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, നമ്മൾ ഗോൾഡിലാണ് നമ്മൾ സെറ്റപ്പ് പറഞ്ഞു തരുന്നത് കേട്ടോ. സെറ്റപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് PNL കാര്യങ്ങളൊക്കെ വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് സെറ്റപ്പ് നോക്കാം. സെറ്റപ്പ് ഞാനിവിടെ ജസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സെറ്റപ്പിൽ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്, ഞാൻ മുമ്പ് ഇതിനെക്കുറിച്ച് ഈ ഒരു സെറ്റപ്പിനെ കുറിച്ചിട്ട് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെ കണ്ടു എന്ന് എനിക്കറിയില്ല. ആ വീഡിയോ കണ്ടിട്ട് മാത്രം ഇതിലേക്ക് വരുന്നതാണ് നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ലിങ്ക് കിട്ടും. നിങ്ങളൊരു സെറ്റപ്പ് ഇല്ലാതെ, അതായത് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഞാൻ എന്തായാലും ഒരു പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മാർക്കറ്റിൽ നമുക്കൊരു ഒരു അപ്സൈഡ് റഷ് കിട്ടി. ഓക്കെ, അപ്സൈഡ് റഷ് കിട്ടി, അവിടെ വിക്കായി, റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്തു. അപ് ട്രെൻഡ് ആകുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് നമുക്ക് ജസ്റ്റ് ഒരു ഡൗൺഫാൾ തന്നു. ഈ ഡൗൺഫാൾ തന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ ചെറുതായിട്ട് വിക്കടിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്ന് മേളിലോട്ട് കയറി, ഒരു റീടെസ്റ്റ് എടുക്കുന്ന പോലെ. ഓക്കെ, റീടെസ്റ്റ് എടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ റീടെസ്റ്റിലാണ് നമ്മൾ എൻട്രി ഇരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടുന്ന് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, മാർക്കറ്റിൽ നമ്മൾ ഇതിൻ്റെ, അതായത് ഈ ഒരു ചെറിയ ഇറക്കമുണ്ടല്ലോ, ഈ ഇറക്കത്തിൻ്റെ ലോ ഞാൻ മാർക്ക് ചെയ്തു. ഈ ലോ മാർക്ക് ചെയ്തിട്ട് ഈ ലോ എവിടെ നിന്നാണോ ബ്രേക്ക് ആവുന്നത് അവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുക്കാൻ പോകുന്നത്. ഈ ലോ ഇവിടെ ബ്രേക്കായി. ഓക്കെ, ക്യാൻഡിൽ ബ്രേക്ക് ആവണം. ഇവിടെ ബ്രേക്കായി, ഞാൻ അവിടുന്ന് എൻട്രി എടുത്തു. SL ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചു, ഈ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അതാണ് നമ്മുടെ സ്ട്രാറ്റജീൻ്റെ SLും കാര്യങ്ങളും. പല പ്രോപ്പറായിട്ട് അല്ല SLും കാര്യങ്ങളായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, അവിടുന്ന് ഒരു ചാൻസ് പോലും മുകളിലോട്ട് തരാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, അടിയിലോട്ട് വന്നു. 1:1 ഞാനിവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതായത് $500, ഞാൻ $1000 ഞാനിവിടെ റിസ്ക് വെക്കുന്നത്. $2000 നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത്. എനിക്കവിടെ എന്ത് കിട്ടി, അതായത് $500 ഞാൻ ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫസ്റ്റ് TP അടിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ക്ലോസ് SL ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക് ഈവൻ കൊണ്ടുവച്ചു. SL ഞാൻ ബ്രേക്ക് ഈവൻ കൊണ്ടുവച്ചപ്പോൾ SL ഹിറ്റായി. എൻ്റെ പ്രോഫിറ്റ് എത്രയായി, $500 എൻ്റെ പ്രോഫിറ്റ്. എനിക്കവിടെ ലോസ് വന്നോ, ഇല്ല. മാർക്കറ്റ് പിന്നെ അടുത്തത് മേളിലോട്ട് പോയി. ഈ മേളിലോട്ട് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഒന്നുകൂടി ഡൗൺഫാൾ തന്നു. ഓക്കെ, ഈ ഡൗൺഫാൾ തന്നതിൽ മാർക്കറ്റ് വീണ്ടും ഒരു റീടെസ്റ്റിന് ഞാൻ വെയിറ്റ് ചെയ്തു. റീടെസ്റ്റ് ഇവിടെ കിട്ടി, വീക്കായി. മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ ഡൗണിൽ, അതായത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഡൗൺ സൈഡ് ഈ ഒരു ലൈൻ ഉണ്ടോ, അതിൻ്റെ ഡൗൺ ബ്രേക്ക് ആവാൻ വേണ്ടി കാത്തിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഗ്യാപ്പ് ഡൗൺ ആവാനുള്ള റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നല്ല പ്യുവറായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. ഗ്യാപ്പ് ഡൗൺ ആവാൻ ഗോൾഡും അങ്ങനെ ഇങ്ങനെയൊന്നും ഇത്ര ഗ്യാപ്പ് ഡൗൺ ആവില്ല. എത്ര പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ആയി നോക്കിക്കഴിഞ്ഞാൽ 747 നിന്ന് ഏകദേശം 768, ഏത് 80 പോയിൻറ്റോളം ഗ്യാപ്പപ്പ് ആയിട്ടുണ്ട്. 80 പോയിൻ്റ്, അതും ഏതിലാ, ഗോൾഡിൽ. ഓക്കെ, ഗോൾഡ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം നല്ല രീതിയിൽ പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ പ്രോഫിറ്റ് എത്ര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എത്രയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ $24 ഇപ്പോൾ പ്രോഫിറ്റിലാണ്. ഓക്കെ, ചെറിയ പ്രോഫിറ്റാണ്. എന്തായാലും വരും മാർക്കറ്റ്. കുറച്ച് ടൈം എടുത്തിട്ടായാലും മാർക്കറ്റ് വരും. വെയിറ്റ് ചെയ്യാണ്. നമ്മളെ ട്രേഡ് ഇവിടെ ആക്റ്റീവാണ്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര പേര് എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. എടുത്തവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ.
സോ നമ്മളെ മാർക്കറ്റിൽ എന്തായാലും അടിപൊളിയായിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. സോ ഇനി ഇതിൻ്റെ PNL ആണ് കേട്ടോ. സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ. സെറ്റപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായത് ചെറിയ ബേസിക് കാര്യങ്ങൾ ഈ വീഡിയോയിലുള്ളൂ. മറ്റേ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഒരു 70% ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ സ്റ്റിൽ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. സോ ഞാനത് എന്തായാലും പുറത്ത് വിടാം. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ PNN വീഡിയോ കണ്ടിട്ട് വാ. സോ PNN വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് റെക്കോർഡ് ചെയ്തതാണ്. അതിൽ ലോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ എന്തായാലും കണ്ടിട്ട് വാ. സോ ഓക്കെ ഗൈസ്, സോ ഞാൻ PNL റിവീൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ നമ്മൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി PNL ആണ് കേട്ടോ. PNL ഞാൻ MT5 എടുത്തു. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് ട്രേഡ് റണ്ണിങ് ആണ്. ഏത് ഗോൾഡിൽ ട്രേഡ് റണ്ണിങ് ആണ് കേട്ടോ. സോ ഗോൾഡിൽ ട്രേഡ് ഇതാണ്. സോ നമ്മൾ $1000 SL, അതേപോലെ തന്നെ $2000 TP. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ട്രേഡ് കറൻ്റ് റണ്ണിങ് ആണ്. $151 ലോസിലാണ് റണ്ണിങ്. ഓക്കെ, സോ മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് അനുകൂലമായിട്ട് വരും. ഓക്കെ, അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ രീതിയിൽ ഇപ്പോൾ പോകുന്നത്. സോ എന്തായാലും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കയറിയതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണ്. ഇനി എൻ്റെ PNL. സോ PNL ലാസ്റ്റ് 1 മന്ത് കേട്ടോ. സോ ലാസ്റ്റ് വീക്ക് എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു ലോസ് മാത്രമേ ഉള്ളൂ. സോ ആ ലാസ്റ്റ് വീക്കിലല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ 4 ട്രേഡ്സാണ് എടുത്തത്. 4 ട്രേഡിൽ 3 ട്രേഡും TP ഹിറ്റായിട്ടുണ്ട്. സോ TP അല്ല, പാർഷ്യൽ ക്ലോസ് ആണ്. ഓക്കെ, സോ ഇതാണ് ഫുൾ TP ഹിറ്റായത്. BTC നമ്മുടെ ഫസ്റ്റത്തെ ട്രേഡ് തന്നെ ഫുൾ TP ഹിറ്റായിട്ടുണ്ട്. സോ അത് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗോൾഡിൽ 2 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗോൾഡിലെ 2 ട്രേഡ്സും നമ്മൾ എന്താണ്, ഒന്ന് പാർഷ്യലി നമ്മൾ $500 ബുക്ക് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് TP $500 ആയിരുന്നു. അത് പാർഷ്യലി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത്, അത് ട്രെൻഡ് ചേഞ്ച് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫുൾ ക്ലോസ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ഫുൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് തന്നെ സെൽ ഓർഡർ കൊടുത്തു. സെൽ ഓർഡറിൽ നമുക്ക് ഫസ്റ്റ് TP അടിച്ചിട്ട് നമ്മളെ ബ്രേക്ക് ഈവൻ ഹിറ്റായി. ഓക്കെ, സോ ഇവിടെ SL ഹിറ്റതായിട്ട് ആ റെഡ് കളർ കാണാൻ പറ്റും. സോ ബ്രേക്ക് ഈവൻ ഹിറ്റായി. സോ അത് നമ്മൾ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ ബിറ്റ്കോയിനിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിനിലെ ട്രേഡ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാൻ പറ്റും. അത് SL ഹിറ്റായിട്ടുണ്ട്. സോ മാർക്കറ്റിൽ അത് നമ്മൾ ഞായറാഴ്ചയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഇന്നലെ. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും ഡേറ്റ് 11-ാം തീയതിയാണ് എടുത്തത്, ശനിയാഴ്ച. ഓക്കെ, നമ്മൾ 11-ാം തീയതിയാണ് അത് എടുത്തത്. 11-ാം തീയതി തന്നെയല്ല, കറക്റ്റ് അല്ലേ? അതെ, 11-ാം തീയതി ശനിയാഴ്ചയാണ് എടുത്തത്. ആ ശനിയാഴ്ച ദിവസം എന്ത് ചെയ്തു, മാർക്കറ്റ് പെട്ടെന്ന് ഞായറാഴ്ച ഒരൊറ്റ അടിക്കാണ്ട് ഇറങ്ങണ കണ്ടു. ഓക്കെ, 12-ാം തീയതി പെട്ടെന്ന് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിയിലോട്ട് ഇറങ്ങണ കണ്ടു. പുലർച്ചെയാണ് അത് ഹിറ്റായത്, പുലർച്ചെ ടൈമിലാണ്. സോ അത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാരണമുള്ളൂ. ആ കാരണമാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് സഡൻ മൊമെൻ്റ് ആയിരുന്നു. ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് താഴത്തോട്ട് ഇറങ്ങിയത്. എല്ലാവരും സെൽ ഓഫ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണും ആയത്. സോ നമ്മളിപ്പോൾ ഒരു ട്രേഡ് കറൻ്റ്ലി റണ്ണിങ് ഉണ്ട്. നമ്മളുടെ ടോട്ടൽ PNL എന്ന് പറയുമ്പോൾ $2020 നമ്മൾ പ്രോഫിറ്റിലാണ്. 3 ട്രേഡ് നമ്മൾ എടുത്തു. സോ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, ഫുൾ TPക്ക് വേണ്ടി കാത്തിരിക്കുക, ഫുൾ TP അടിക്കും അങ്ങനെ നമ്മൾ പറയുന്നില്ല. പ്രോഫിറ്റ് എടുക്കുക, അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം. ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടണ വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സോ ഒരുപാട് കാലമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സോ നമ്മൾ പല സ്ട്രാറ്റജീസും പല തവണയായിട്ട് ഫെയിലായി പോയിട്ടുണ്ട്. ഓക്കെ, സോ SMC ആയാലും ഒക്കത്തിന് ഓരോ പോരായ്മ ഉണ്ട്. സോ നമ്മൾ ഇതിന്നൊക്കെ കരകയറി നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇപ്പം ഈ ഒരു സ്ട്രാറ്റജി ഇത് ഞാൻ ഓണായിട്ട് ബിൽഡ് ചെയ്തെടുത്താണ്. സോ ഞാനത് വീഡിയോ ആക്കിയിട്ട് എടുത്തു, നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ട്. സോ ഉപകാരപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഉപകാരപ്പെടാതിരിക്കില്ല, കാരണം അത്രയും നല്ല സ്ട്രാറ്റജി തന്നെയാണ്. കാരണം നല്ല രീതിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ വർക്ക് ആവുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റം വരുത്താണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ PNL ഇതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ $2000 പ്രോഫിറ്റാണ്. ഏകദേശം നമ്മളിപ്പോൾ അക്കൗണ്ടിൻ്റെ 2% പ്രോഫിറ്റാണ്. സോ നിങ്ങൾ നോക്കി കണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഞാൻ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും അടിപൊളിയായിട്ട് ഈ ഒരു സംഭവം വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ 100% ഒന്നും ഇല്ലാതെ ഒരു 60 എബോവ് എന്തായാലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കറൻ്റ് കഴിഞ്ഞ ആഴ്ചത്ത് 75%. ഓക്കെ, 75%. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. 75%ൻ്റെ ഞാനൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. 75%, 4 ട്രേഡിൽ ഒരെണ്ണം പോയാൽ ഓൾറെഡി 75% ആണ് കഴിഞ്ഞ ആഴ്ചത്തെ.
1 മന്തിലെ ടോട്ടൽ നോക്കിയിട്ട് വേണം നമുക്ക് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ട്രേഡ് റണ്ണിങ് ആണ്. അത് നമ്മൾ വിചാരിച്ച പോലെ അടിയിലോട്ട് ഇറങ്ങുന്നുണ്ട് കണ്ടോ. സോ ഇപ്പോൾ $90, നേരത്തെ $140-150 ആയിരുന്നു. സോ കറൻ്റ്ലി നമ്മൾ ഇറങ്ങുന്നുണ്ട്. സോ നമ്മളെ ലൈവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇനി ഉള്ള ദിവസങ്ങളിൽ. ഓക്കെ, സോ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് നമ്മൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഉടനെ തന്നെ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി PNL ചോദിച്ച് വരുന്നവർക്കുള്ള മെയിനായിട്ടുള്ള വീഡിയോ ആണ് കേട്ടത്. സോ എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ് PNL ഇടുന്നത്. സോ മുമ്പെങ്ങാണ്ട് ഇട്ടതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.